പാലക്കാട് കഞ്ചിക്കോട് പ്രദേശത്ത് ഉദ്യോഗസ്ഥ സംഘത്തെ വിരട്ടിയോടിച്ച കാട്ടാനക്കൂട്ടം. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ സർവേക്കായി എത്തിയ ഉദ്യോഗസ്ഥരെയാണ് കാട്ടാനകൾ ഓടിച്ചത്. 3 ദിവസമായിട്ടും ആനകൾ മേഖല വിട്ടുപോകാത്തതിനെ തുടർന്ന് സർവേ നടപടികൾ ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് സർവേ നടത്തുന്നത് ഈ പരിസ്ഥിതി സചേതന മേഖലയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന, അതായത് എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ ഒരു സംയുക്ത സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഈ സംഘം കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലെത്തിയപ്പോഴാണ് കാട്ടാന കൂട്ടം ഓടിച്ചത്. PT7, PT5, PT14 എന്നീ 2 കൊമ്പന്മാരടങ്ങുന്ന സംഘമാണ് ഇവരെ ഓടിച്ചതെന്ന് പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മാസം മാതൃഭൂമി ക്യാമറാമാനെ ആക്രമിച്ച കൂട്ടത്തിലുള്ള ആനകളാണ് ഈ PT5ഉം PT14ഉം. ഈ സംഘം അടങ്ങുന്നതാണ് കഞ്ചിക്കോട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കഞ്ചിക്കോട് മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങളാണ്, ഈ ആനക്കൂട്ടമാണ് ഇവരെ പഠനത്തിലെത്തിയ സംഘത്തെ ഓടിച്ചത്. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഭാഗത്തേക്കുള്ള സർവേ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഇനി ആനശല്യം കുറഞ്ഞതിന് ശേഷം സർവേ നടത്താനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ശരി, എസ് വിനേഷ് കുമാറാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. വിപണിയിൽ ഇറക്കിയ 42 ലക്ഷം ടിക്കറ്റുകളിൽ 92,200 ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനുള്ളത്. നറുക്കെടുപ്പിന് മുമ്പായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 12 കോടിയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 6 പരമ്പരകളിലായി 1 കോടി രൂപ വീതവും 300 രൂപയാണ് ടിക്കറ്റ് വില. വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പം 10 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും നടക്കും. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.